കേൾക്കാം. കേൾക്കാം. ഓക്കെ. തുടങ്ങാം. ഇത്രയും പേരല്ലേ ഉള്ളൂ, ഇനി വരാനുണ്ടോ? ഓക്കെ. ഓക്കെ, നമ്മള് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഈ ടോപ്പിക്കാണ് കേട്ടോ എടുക്കുക. കേരള ഗവേണൻസിനകത്തുള്ള. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാവേ. ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കേരളം ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി ആളുകൾ വരുന്നുണ്ടല്ലേ. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്, ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹലോ, ഹായ് ഹായ്, എല്ലാവർക്കും കേൾക്കാമല്ലോ വോയിസ് ഒക്കെ? കേൾക്കാം. ഓക്കെ കേൾക്കാം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമേ. അപ്പൊ നമ്മള് കേരളം ഭരണം, ഭരണ സംവിധാനങ്ങൾ, കേരള ഗവേണൻസ് ടോപ്പിക്കാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മളിതിനകത്ത് ഫസ്റ്റ് നമ്മള് സിവിൽ സർവീസ്, അങ്ങനെ കുറച്ച് കേരള സംസ്ഥാന സിവിൽ സർവീസ് അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. കുറച്ച് റൂൾസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, തുടങ്ങാം. ഓക്കെ, നമ്മള് സിവിൽ സർവീസ് കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ ബോർഡൊക്കെ? സിവിൽ സർവീസ് എന്താണ്? സിവിൽ സർവീസ് കാണാൻ പറ്റുന്നുണ്ടോ? ബോർഡ് ക്ലിയർ ഉണ്ടോ? കാണും, പക്ഷെ ക്ലിയർ കുറവാണ്. ക്ലിയർ കുറവാണോ? ഓക്കെ, ഇപ്പോഴോ ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ, സിവിൽ സർവീസ്. ഓക്കെ, നമ്മള് സിവിൽ സർവീസിൽ നിന്നാണ് തുടങ്ങണം കേട്ടോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ എന്താണ് സിവിൽ സർവീസ് എന്ന് വെച്ചാൽ എന്താ? സിവിൽ സർവീസ് എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞേ? സിവിൽ സർവീസ് എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് സിവിൽ സർവീസ് പറഞ്ഞേ?
എന്തായിരിക്കും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്തോ ക്ലിയറിന് എന്തെങ്കിലും കുഴപ്പമൊന്നും അറിയാൻ വയ്യ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. കേന്ദ്ര ഗവൺമെന്റ്, അതുപോലെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, ഓക്കെ, ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ചേർന്നതാണ്, പിന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, ഇത്രയും പേര് ചേർന്നതാണ് നമ്മുടെ മൊത്തത്തിലുള്ള സിവിൽ സർവീസ് എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും പിന്നെ ആരും വരുന്നുണ്ട്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ സിവിൽ സർവീസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ക്ലിയർ ആണോ? സിവിൽ സർവീസിനകത്ത് എന്തൊക്കെയാ വരിക? എല്ലാരും ഒന്ന് പറഞ്ഞേ. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥര്, പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ മനസ്സിലായോ? ഓക്കെ ആണോ? അത് സിവിൽ സർവീസ് എന്ന് വെച്ചാൽ ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് പറയാമോ? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാണെന്ന് പറഞ്ഞേ. അതെ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കോൺവാലിസ് പ്രഭു. വെരി ഗുഡ്. ഓക്കെ, കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ഇന്ത്യൻ സിവിൽ സർവീസ് ആണെങ്കിൽ കോൺവാലിസ് ആണെങ്കിൽ, ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ പറഞ്ഞേ? ആരായിരിക്കും? സർദാർ വല്ലഭായ് പട്ടേൽ. കറക്റ്റ്, പട്ടേലാണ്. അപ്പൊ അത് തിരിഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ, നമ്മൾ സിവിൽ സർവീസ് എന്താണെന്ന് ആദ്യം പറഞ്ഞു അല്ലെ? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ് ആര്? കോൺവാലിസ്. എന്നാൽ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ചോദിച്ചാൽ അത് പട്ടേലാണ്. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാണ്? പട്ടേലാണ്. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറയുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്ക് പോവാണ് കേട്ടോ. കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാനത് ഓരോ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട് കേട്ടോ. ഓക്കെ. അതിനു മുമ്പ് നമ്മുടെ ഉദ്യോഗസ്ഥർ, നമ്മൾ പറഞ്ഞു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? മാമിന്റെ സ്ക്രീൻ വലുതാക്കി കാണിക്കാൻ പറ്റുമോ? എനിക്ക് മാത്രമാണോ അങ്ങനെ? ഇല്ല, ചെറുതായിട്ട് തന്നെ കാണുന്നുള്ളൂ. അത് ആ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചാൽ കുറച്ച് ഓപ്ഷൻസ് വരും, ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ ആണോ? ഹലോ, അല്ല. ഹലോ മാം, ഇപ്പൊ ചെറുതായിട്ട് തന്നെയാ കാണുന്ന സ്ക്രീന്. വിഷ്ണുവിന്റെ ആ മാമിന്റെ കാണുന്നതില്ലേ, അതിന്റെ സൈഡിലായിട്ട് 3 ഡോട്ട്. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ക്ലിക്ക് ചെയ്യുമ്പോ ഫുൾ സ്ക്രീൻ എടുത്തേ. ഇപ്പൊ കാണാം. ഓക്കെ, ശരി. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ്. സിവിൽ സർവീസ് എന്ന് വെച്ചാൽ എന്താണെന്നാ പറഞ്ഞേ? നമുക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റുമോ? ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ? എന്താണ് നമ്മുടെ സിവിൽ സർവീസ് എന്ന് വെച്ചാൽ എന്താ? ആരൊക്കെ ചേർന്നിട്ടുള്ളതാ സിവിൽ സർവീസ്? പറഞ്ഞേ, ആരൊക്കെ ചേർന്നിട്ടുള്ളതാണ് സിവിൽ സർവീസ് എന്ന് വെച്ചാല്? ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റ് പ്ലസ് ആര് വരും? മാത്രമാണോ? ഇപ്പൊ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും മാത്രം ഉൾപ്പെടുന്നതാണ് നമ്മുടെ സിവിൽ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ? തെറ്റാണ് അല്ലെ? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റ് പ്ലസ് ആര് വരുന്നുണ്ട്? അവരുടെ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞോ? അത്രയും മാത്രമാണോ? അല്ലല്ലേ. ഉദ്യോഗസ്ഥർ പ്ലസ് എന്ത് വരുന്നുണ്ട്? പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്നതാണ് നമ്മുടെ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ
ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാണെന്നാ പറഞ്ഞേ? ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാണെന്നാ പറഞ്ഞേ? ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാണ് പറഞ്ഞേ? സർദാർ വല്ലഭായ് പട്ടേൽ. ഓൾ ഇന്ത്യ ആണെങ്കിൽ സർദാർ പട്ടേൽ അല്ലെ? ഓൾ ഇന്ത്യ ആണെങ്കിൽ സർദാർ പട്ടേൽ ആണ്. പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് ആണെങ്കിലോ? ഇന്ത്യൻ സിവിൽ സർവീസ് ആണെങ്കിൽ ആരാണെന്ന് പറഞ്ഞു? ആരാണെന്ന് പറഞ്ഞു? കോൺവാലിസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഡേ, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഡേ എന്നാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഡേ എന്നാണ്. പറയാമോ? ഇന്ത്യൻ ഫോറിൻ സർവീസ് ഡേ എന്നാണ്. ഫോറിൻ സർവീസ് ഡേ ഒക്ടോബർ 9. ഒക്ടോബർ 9 ഒക്ടോബർ 9 ഇന്ത്യൻ ഫോറിൻ സർവീസ് ഡേ എന്നാണ് ചോദിച്ചാല് ഒക്ടോബർ 9. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിവിൽ സർവീസ് ഡേ എന്നാണ് ചോദിച്ചാലോ? സിവിൽ സർവീസ് ദിനം എന്നാണ് ചോദിച്ചതെന്ന് പറയും. ഏപ്രിൽ 21. ഏപ്രിൽ 21 സിവിൽ സർവീസ് ഡേ. നേരത്തെ നമ്മൾ ആ പിതാക്കന്മാരെ പറഞ്ഞപ്പം എന്താണ്, ഇന്ത്യൻ സിവിൽ സർവീസ് ആണെങ്കിൽ കോൺവാലിസ് എന്ന് പറഞ്ഞു, അതുപോലെ ഓൾ ഇന്ത്യ ആണെങ്കിൽ സർദാർ പട്ടേൽ എന്ന് പറഞ്ഞു. അതുപോലെ വരുന്ന ഒരു കൺഫ്യൂഷൻ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണെങ്കിൽ ഒക്ടോബർ 9. ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണെങ്കിൽ ഒക്ടോബർ 9. അതുപോലെ നമ്മുടെ സിവിൽ സർവീസ് ഡേ എന്നാന്ന് ചോദിച്ചാൽ എന്നാ? സിവിൽ സർവീസ് ഡേ ആണെങ്കിൽ ഏപ്രിൽ 21 ഏപ്രിൽ 21 ഓക്കെ, ഏപ്രിൽ 21. ഇനി നമ്മുടെ ഉദ്യോഗസ്ഥർ, നമ്മൾ പറഞ്ഞു നമ്മുടെ സിവിൽ സർവീസ് അല്ലെ, സിവിൽ സർവീസിനകത്ത് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റ് പ്ലസ് ഉദ്യോഗസ്ഥ വൃന്ദം വരുമെന്ന് പറഞ്ഞു അല്ലെ? ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേടെ? ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ? അപ്പോഴേ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നമുക്ക് പ്രധാനമായിട്ടും എത്രയെ തിരിക്കാം? പറയാമോ എത്രയെ തിരിക്കാന്ന്? എത്രയാണ് പറയാമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പറഞ്ഞില്ലേ? അതൊന്ന് പറഞ്ഞുതരാനും. ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നോ? കേൾക്കാം. അതെ, ഞാനിങ്ങനെ ടച്ച് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് ക്ലോസ് ആയിപ്പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ പ്രധാനമായിട്ട് നമുക്ക് 3ആയി തരംതിരിക്കാം കേട്ടോ. പ്രധാനമായും 3ആയി തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. അഖിലേന്ത്യാ സർവീസ് ഒന്നാമതാണ്. അഖിലേന്ത്യാ സർവീസ്, അഖിലേന്ത്യാ സർവീസ് 1. അഖിലേന്ത്യാ സർവീസ്. രണ്ടാമത്തതാണ് നമ്മുടെ കേന്ദ്ര സർവീസ്, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്. 3. സംസ്ഥാന സർവീസ്. ഓക്കെ, അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നമുക്ക് 3ആയി തരംതിരിക്കാം. അഖിലേന്ത്യാ, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇങ്ങനെ നമുക്ക് 3ആയി നമുക്ക് തരംതിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് നോട്ട്സ് എങ്ങനെയാ? നോട്ട്സിന്റെ കാര്യം എങ്ങനെയാ? PDF തരാറുണ്ട്. PDF. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. അപ്പൊ നമ്മുടെ കേരള ഗവേണൻസ് ആണ്. അതിൽ നമ്മുടെ സിവിൽ സർവീസിനെ നമ്മൾ എങ്ങനെയാ? കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, അങ്ങനെ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, ഇങ്ങനെയാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസ് ആണെങ്കിൽ പട്ടേൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ,
ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ. ഉദ്യോഗസ്ഥ വൃന്ദം നമ്മൾ 3 തരംതിരിച്ചിരുന്നു. അഖിലേന്ത്യാ സർവീസ്, അതുപോലെ അഖിലേന്ത്യാ സർവീസ്, പിന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കേന്ദ്ര സർവീസ്, പിന്നെ നമ്മുടെ സംസ്ഥാന സർവീസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇത് എഴുതേണ്ട കാര്യമല്ലോ. പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ നമ്മുടെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഓക്കെ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സംസ്ഥാന സർവീസുകൾ ഏതാണെന്നും പറഞ്ഞിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട സംസ്ഥാന സർവീസുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കണേ. കേരള മെഡിക്കൽ സർവീസ് സംസ്ഥാന സർവീസിനകത്ത് വരുന്നതാണ് കേരള മെഡിക്കൽ സർവീസ്. 2 കേരള എഡ്യൂക്കേഷൻ സർവീസ്, കേരള പോലീസ് സർവീസ്, പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സെയിൽസ് ടാക്സ് ഓഫീസർ എവിടെ ഉൾപ്പെടുക? നമ്മുടെ സംസ്ഥാന സർവീസിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ സെയിൽസ് ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേന്ദ്ര സർവീസിലേക്ക് പോകും കേട്ടോ. അപ്പൊ സെയിൽസ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത് ഏതിൽ ഉൾപ്പെടുന്നതാണ്? ഓർത്ത് വെച്ചേക്കുക, സംസ്ഥാന സർവീസിനകത്ത് ഉൾപ്പെടുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. സെയിൽസ് ടാക്സ് ഓഫീസർ എവിടെയാ വരിക? നമ്മുടെ സംസ്ഥാന സർവീസിലാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, BDO എന്നായിരിക്കും തരുന്നത്. ഓക്കെ, BDO എന്നായിരിക്കും തരുന്നത്. അപ്പൊ എന്താന്ന് മനസ്സിലാക്കണം, നമ്മൾ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ പ്രധാനപ്പെട്ട സംസ്ഥാന സർവീസുകൾ ഏതൊക്കെയാണ് പറഞ്ഞേ ഒന്ന് നോക്കിക്കേ. കേരള മെഡിക്കൽ സർവീസ്, കേരള എഡ്യൂക്കേഷൻ സർവീസ്, കേരള പോലീസ് സർവീസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പിന്നെ സെയിൽസ് ടാക്സ് ഓഫീസർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ സംസ്ഥാന സർവീസുകൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഏതൊക്കെയാ സംസ്ഥാന സർവീസിനകത്ത് വരുന്നത്? മെഡിക്കൽ സർവീസ് വരുന്നുണ്ട്, കേരള എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, പോലീസ് സർവീസ് വരുന്നുണ്ട്, പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. നമ്മൾ ഇനി അതിലേക്കൊക്കെ പോവാണ് അല്ലെ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പുതുതായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്സാം ഒക്കെ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരാ ഈ എക്സാം നടത്തുന്നത്? KS എക്സാം നടത്തുന്ന ആരാ? കേന്ദ്രമാണോ നടത്തുന്നത്? കേരളം നമ്മുടെ സർക്കാർ തന്നെയാണ് നടത്തുന്നത് അല്ലെ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സംസ്ഥാന സർവീസിൽ വരുന്നു. സെയിൽസ് ടാക്സ് ഓഫീസർ കേന്ദ്രത്തിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ പോവാൻ തോന്നാം, പക്ഷെ എന്തല്ല, നമ്മുടെ സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറും സംസ്ഥാന സർവീസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമ്മുടെ ഇപ്പം KS എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് നടത്തുകയെന്ന് പറഞ്ഞു. ഇപ്പൊ ഗവൺമെന്റ് നമ്മുടെ ആരാ നടത്തുന്നത്? കേരള PSC എക്സാം ഇല്ലേ? അങ്ങനെയല്ലേ നടത്തുക? സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ എങ്ങനെയാ തെരഞ്ഞെടുക്കുക? നമ്മുടെ കേരള PSC ആണ് തെരഞ്ഞെടുക്കുക. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സംസ്ഥാന സർവീസ്, ഞാനിപ്പം പറഞ്ഞ സംസ്ഥാന സർവീസുകളില്ലേ, കേരള മെഡിക്കൽ സർവീസ്, എഡ്യൂക്കേഷൻ സർവീസ്, പോലീസ് സർവീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സെയിൽസ് ടാക്സ് ഓഫീസർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, ഇതെല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ സംസ്ഥാന സർവീസ്. ഇവിടത്തേക്കുള്ള ആളുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? നമ്മുടെ കേരള PSC അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെയാണ് മിസ്. പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? പറയുമ്പോ പഠിച്ചു പോകാൻ നമ്മള് പഠിച്ചങ്ങ് പോവാം. ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മൾ നമ്മൾ പറഞ്ഞ KS. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലേ KS എന്ന് പറയുന്നത്. ഈ KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ പറയാമോ? എന്നാണ്? നോക്കിക്കേ, KS നിലവിൽ വന്ന എന്നാണ്? നോക്കിക്കേ, 2018 ജാനുവരി 1-നാണ്. 2018 ജാനുവരി 1-ന് ആര് നിലവിൽ വന്നു? KS നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നാണ് തുടങ്ങിയത് അല്ലെ.
അപ്പം ഇന്ത്യൻ സിവിൽ സർവീസിന് അതിനോട് ഈക്വൽ ആയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് തുടങ്ങിയതാണ് ഏതെന്ന് പറയുന്നത്? ഏതാ? KS എന്ന് പറയുന്നത്. ഓക്കെ, നിലവിൽ വന്ന വർഷം 2018 ജനുവരി 1. ഓക്കെ, ഇനി ഇവര് തെരഞ്ഞെടുക്കുന്ന ആരാ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, KS അല്ലെ, അവിടുത്തെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്ന ആരാണ്? നമ്മുടെ കേരള PSC ആണ്. കേരള PSC ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി രൂപം നൽകിയതാണെന്ന് പറഞ്ഞു. ഇനി ഇത് രൂപീകരിക്കാൻ കാരണമായ 2 പ്രധാനപ്പെട്ട ആക്ട് ഉണ്ട്, 2 പ്രധാനപ്പെട്ട നിയമം ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 2 നിയമവും എല്ലാവരും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. 2 നിയമവും പഠിച്ചു വെച്ചേക്കുക. ഒന്നാമത്തേതാണ് നമ്മുടെ കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾ. കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾ, അതിന്റെ വർഷം 1963. KSന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് 2 പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്, കുറെ അധികം നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 നിയമങ്ങളാണ് കേട്ടോ. കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾ 1963, അതുപോലെ കേരള പബ്ലിക് സർവീസ് ആക്ട്, കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ KS രൂപീകരിക്കാൻ കാരണമായ 2 നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഏതൊക്കെയാണ്? സിവിൽ സർവീസ്, കേരള പബ്ലിക് സർവീസ് ആക്ട് 68, അതുപോലെ 63 കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾ. നോക്കിക്കേ, 63 സ്പെഷ്യൽ റൂൾ, 63 അങ്ങ് 8 ആക്കാമല്ലോ അല്ലേ? അപ്പോഴത്തേക്ക് എന്ത് കിട്ടി? ആക്ട് ആയി. ഓക്കെ, അപ്പൊ 1963 കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂള്. നോക്കിക്കേ, അതൊന്ന് നമ്മൾ 3 നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ അത് 8 ആയി മാറി അല്ലെ? അപ്പൊ 1968 കേരള പബ്ലിക് സർവീസ് ആക്ട്. ക്ലിയർ ആണോ? 2 നിയമങ്ങള്, 2 നിയമങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരാണ്, ഏറ്റവും മുതിർന്ന ആളാണ് ആര്? ചീഫ് സെക്രട്ടറി. ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ആണ് ആര്? ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ജില്ലാ കളക്ടർ. ഓക്കെ, അപ്പൊ നമ്മുടെ KS, നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥരാണ് ചീഫ് സെക്രട്ടറിയും അതുപോലെ ജില്ലാ കളക്ടറും. ചീഫ് സെക്രട്ടറി ആൻഡ് ജില്ലാ കളക്ടർ. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ ആക്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഏതാണ്, ഏത് പ്രകാരമാണ് രൂപീകരിച്ചതെന്ന് ചോദിക്കും. ഏതാണ് പറയാമോ? ഏതാ ഓപ്ഷൻസ്? നിങ്ങൾ പറഞ്ഞേ, എന്താ നിയമങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. 1963 കേരള സിവിൽ സർവീസ്, കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഓക്കെ, അപ്പൊ 1963 സ്പെഷ്യൽ സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾ, അത് പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്തുമ്പോൾ 68. അപ്പൊ 2 പഠിക്കാൻ എളുപ്പമില്ല. 63 സ്പെഷ്യൽ റൂള്, നെക്സ്റ്റ് 68 ആക്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ആക്ട് ആയിരിക്കും ചോദിക്കുന്നത്, ഏത് ആക്ട് ആണ്? അപ്പൊ ഏത് ആക്ട് ഏതാന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? 68. 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രകാരമാണ് നമ്മുടെ KS എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ആ 68 ഇച്ചിരി കൂടി ഇമ്പോർട്ടന്റ്, അതായിരിക്കും എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. ആക്ട് ഏതാണ്? 68 പബ്ലിക് സർവീസ് ആക്ട്. ഓക്കെ, ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെ പറഞ്ഞു, ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറും ആണ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ. ഇനി നോക്കിക്കേ, ചീഫ് സെക്രട്ടറി. നോക്കിക്കേ, നമ്മള് ചീഫ് സെക്രട്ടറി, നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? പറഞ്ഞേ, നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? പറഞ്ഞേ, ആരാ? വേണു. നിലവിൽ ആരാണ്? വേണുവാണ്. വേണുവിന് മുമ്പ് ആരായിരുന്നു? നോക്കിക്കേ, VP ജോയ് കേട്ടോ, VP ജോയ്. അപ്പൊ നമ്മുടെ ചീഫ് സെക്രട്ടറി ആണ് നമ്മുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. നമ്മുടെ കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിക്കും. ആരാണ്? മുഖ്യമന്ത്രി എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ തരും, ഗവർണർ എന്ന് ഓപ്ഷനിൽ തരും, ചീഫ് സെക്രട്ടറി തരും, അല്ലെങ്കിൽ പിന്നെ കളക്ടറും തരും. ആരാ? ചീഫ് സെക്രട്ടറി. ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിക്കുമ്പോൾ ആരാണ്? ഉദ്യോഗസ്ഥൻ. ചീഫ് സെക്രട്ടറി ആണ് ഉദ്യോഗസ്ഥൻ. ഓക്കെ, അപ്പൊ കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ആണ്. ഇനി നിലവില് വേണു എന്ന് പറഞ്ഞു,
തൊട്ടു മുമ്പില് VP ജോയി, അത് ഓർത്ത് വെച്ചേക്കുക. VP ജോയി ആയിരുന്നു മുമ്പ്. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയുടെ പേര്. ആദ്യത്തെ ചീഫ് സെക്രട്ടറി, കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആണ്. നോക്കിക്കേ, ഒരു നമ്പർ കൊടുത്തേക്കുന്നുണ്ടോ? ആരാണ് വായിച്ചേ? NES രാഘവ നാചാരി. NES രാഘവ നാചാരി ആണ് കേട്ടോ ഒന്നാമത്തെ. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ആരാണെന്ന് ചോദിക്കും. ആരാണ്? NES രാഘവ നാചാരി ആണ് കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1956-60 ആണ്. 1900 അത് ഞാൻ എഴുതിയിട്ടില്ല. 1956 1960 ആണ് NES രാഘവനാചാര്യയുടെ കാലഘട്ടം. ഓക്കെ, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരുന്ന കാലഘട്ടം 56 to 60. 56 to 60 ആണ്. ഓക്കെ, 1956 to 1960. രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? ഈ രണ്ട് വ്യക്തികളെ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഒന്ന് NES ആണ്, രണ്ട് AG മേനോൻ. രണ്ടാരാണ്? AG മേനോനാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ NES രാഘവനാചാരി, രണ്ട് AG മേനോൻ. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് വനിതകൾ. നോക്കിക്കേ, ആരൊക്കെയാണ് വനിതകള്? ഒന്ന് വായിച്ചേ, ഒരാൾ വായിച്ചേ. ആരാ നോക്കിക്കേ? പത്മ രാമചന്ദ്രൻ ആദ്യ വനിത. യെസ്, ആദ്യ വനിതയാണ്. നീല ഗംഗാധരൻ. ഓക്കെ, ലിസി ജേക്കബ്, നീല ഗംഗാധരൻ. അപ്പൊ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണെന്ന് ചോദിക്കും. കേരള ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് നമ്മുടെ പത്മ രാമചന്ദ്രൻ. പേര് കേട്ടിട്ടുണ്ട് അല്ലേ? പത്മ രാമചന്ദ്രൻ ആദ്യ വനിത. ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് പത്മ രാമചന്ദ്രൻ. രണ്ട് ലിസി. പത്മ, ലിസി, നീല. ഓക്കെ, പത്മ, ലിസി, നീല. ഓർഡർ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ വനിതകളുടെ ഓർഡർ ആണെങ്കിൽ പത്മ രാമചന്ദ്രൻ, ലിസി ജേക്കബ്, നീല ഗംഗാധരൻ. ഓക്കെ, പത്മ രാമചന്ദ്രൻ, ലിസി ജേക്കബ്, നീല ഗംഗാധരൻ. പത്മ, ലിസി, നീല. ക്ലിയർ? അതുപോലെ ആദ്യത്തെ വ്യക്തിയാണെങ്കിൽ NES, രണ്ട് AG. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. NES രാഘവനാചാരി, AG മേനൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ മുതൽക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ എല്ലാരും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കാണാം. ഓക്കെ, എല്ലാരും ഒന്ന് വായിച്ചു നോക്കിക്കേ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാനത് ഓൾ ഇന്ത്യ സർവീസ് എന്ന് വെച്ചാല് പിതാവ്. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോട്ടെ. നെക്സ്റ്റ് നമ്മുടെ ഇതാണ്ടേ, അയച്ചോളൂ. സിവിൽ സർവീസ് ഡേ April 21. ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണെങ്കിൽ October 9. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നമ്മൾ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതാണ് അഖിലേന്ത്യാ, കേന്ദ്ര, സംസ്ഥാനം എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഉദ്യോഗസ്ഥ വൃന്ദം, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്രം, സംസ്ഥാനം. ഓക്കെ, പിന്നെ സംസ്ഥാന സർവീസുകളാണ് അടുത്ത കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നോക്കുക. മെഡിക്കൽ ഉണ്ട്, എഡ്യൂക്കേഷൻ, പോലീസ്, പിന്നെ നമ്മുടെ KS, സെയിൽസ് ടാക്സ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ. ഓക്കെ, നെക്സ്റ്റ് പോട്ടെ. ഓക്കെ, എല്ലാരും വായിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ KS ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നോക്കിക്കേ, നിലവിൽ വന്നതും തെരഞ്ഞെടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് രൂപം കൊടുത്തത് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അതുപോലെ രൂപീകരിക്കാൻ കാരണമായ 2 നിയമങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ റൂള് 1963, ആക്ട് 68. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ആണ്. ഫസ്റ്റ് NES രാഘവനാചാരി, സെക്കൻഡ് AG, നിലവിൽ വേണു, തൊട്ടു മുമ്പ് VP ജോയി. അതുപോലെ വനിത ആണെങ്കിൽ പത്മ രാമചന്ദ്രന്, ലിസി ജേക്കബ്, നീല ഗംഗാധരൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയും
നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജില്ലാ കളക്ടർ. അപ്പൊ ചീഫ് സെക്രട്ടറിയുടെ കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഈ നമ്മുടെ സംസ്ഥാന ഭരണത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ മുഖ്യമന്ത്രിയുടെ കൂടെ എപ്പോഴും എന്നല്ല എപ്പോഴായാലും ഒരു പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ തൊട്ടടുത്ത് ആര് കാണും? ചീഫ് സെക്രട്ടറി കാണും അല്ലേ? കാണത്തില്ലേടെ? കണ്ടിട്ടില്ലേ? ചീഫ് സെക്രട്ടറി തൊട്ടടുത്ത് കാണും പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്ത്. കൂടെ അല്ലാത്ത സമയങ്ങളിൽ യാത്രകളിലല്ല, അല്ലാതെ പ്രസ് മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ നിർബന്ധമായിട്ടും കാണാറുണ്ട് അല്ലെ? അപ്പൊ സംസ്ഥാന ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശകനാണ് ആര്? ചീഫ് സെക്രട്ടറി എന്ന് പറയണത് കേട്ടോ. മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉപദേശകനാണ് ആര്? ചീഫ് സെക്രട്ടറി. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞത്? നമ്മുടെ ചീഫ് സെക്രട്ടറി ആരാണ്? മുഖ്യമന്ത്രിയുടെ സംസ്ഥാന ഭരണത്തിന്റെ എല്ലാ മേഖലയിലും മുഖ്യമന്ത്രിയുടെ ഉപദേശകനാണ് ആര്? ചീഫ് സെക്രട്ടറി എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ജില്ലാ കളക്ടർ. അപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. എന്താണ് ചുമതല എന്ന് നോക്കാം. ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. ഓരോ ജില്ലയിലും അല്ലെ, ജില്ലാ കളക്ടർ എന്നാണ് പറയുന്നത് അല്ലെ. ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിക്കും. ആരാ? നമുക്കറിയാം, കളക്ടർ ആണ് അല്ലെ. ഇനി കളക്ടറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ KS എക്സാം ആണോ നടത്തുന്നത്? അതോ നമ്മുടെ PSCയുടെ ഏതെങ്കിലും എക്സാം ആണോ നടത്തുക? എങ്ങനെയാണ് കളക്ടറെ തെരഞ്ഞെടുക്കുന്നത്? നമ്മുടെ UPSC എക്സാം ഇല്ലേ, അവിടെ നിന്നാണ്, ആ എക്സാമിൽ നിന്നാണ് നമ്മള് കളക്ടറെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ആയിരിക്കും, മലയാളികൾ കൂടുതലും വേറെ സ്റ്റേറ്റിലുള്ളവരൊക്കെ ആയിരിക്കും അല്ലേ കളക്ടേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെ? അപ്പൊ എന്താ, നമ്മുടെ കളക്ടറെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് UPSC നടത്തുന്ന പരീക്ഷ ഏതാണ്? UPSC നടത്തുന്ന പരീക്ഷ ഏതാ? ആ പരീക്ഷയുടെ പേരാണ് സിവിൽ സർവീസ് പരീക്ഷ. ഓക്കെ, അപ്പൊ നമ്മുടെ കളക്ടറെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് എക്സാം നടത്തുന്നത് UPSC ആണ്. ആ പരീക്ഷയുടെ പേരാണ് സിവിൽ സർവീസ് പരീക്ഷ. ഓക്കെ, കളക്ടറെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് നടത്തുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. ഇനി ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ, ഇങ്ങനൊരു കളക്ടർ ആവണമെങ്കിൽ ആർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇന്ത്യൻ പൗരൻ. പിന്നെ ഒരു ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ബിരുദം അല്ലെ, ഏതെങ്കിലും ഒരു സർവകലാശാല ബിരുദം അല്ലെ, സർവകലാശാല ബിരുദം. അതാണ് നമ്മുടെ IAS അല്ലെങ്കിൽ ഈ ഒരു IAS എക്സാമിന് അപേക്ഷിക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സർവകലാശാല ബിരുദമാണ്. ഓക്കെ, ഇനി നമ്മുടെ വിവിധ ജില്ലകളുടെ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? ആരാടോ പറഞ്ഞേ? കളക്ടറാണ് അല്ലെ. ജില്ലകളുടെ നേതൃത്വം വഹിക്കുന്നത് കളക്ടറാണ്. ഇനി ഈ കളക്ടർ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥന് നമ്മുടെ ആരുടെ അധികാരം കൂടിയുണ്ട്? ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ കൂടിയുണ്ട്. ഓർത്ത് വെച്ചേക്കുക, കളക്ടറിന് അഡീഷണൽ ആയിട്ട് എന്ത് അധികാരം കൂടിയുണ്ട്? എന്ത് അധികാര? നോക്കിക്കേ, ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം. ഓക്കെ, ജില്ലാ കളക്ടർക്ക് ഒരു ജില്ലയിലെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. ഏറ്റവും സമാധാനം സുസ്ഥിരതയൊക്കെ നിലനിർത്തുക എന്നുള്ളത് കളക്ടറുടെ ജോലിയാണ്. അതുപോലെ ജില്ലകളുടെ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. പ്ലസ് എന്തും കൂടി ചെയ്യണം? മജിസ്ട്രേറ്റ് അല്ലെ, ഒരു ജില്ലാ മജിസ്ട്രേറ്റിന്റെ കർത്തവ്യം കൂടി ആര് ചെയ്യണം? കളക്ടർ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് സെക്രട്ടറി ആണോ? അല്ല, ഉത്തരം കളക്ടർ ആണ് കേട്ടോ. ഉത്തരം എന്താണ്? കളക്ടറാണ്. ഓർത്തുവെച്ചേക്കുക, വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിക്കും. ആരാണ്? കളക്ടറാണ്. ക്ലിയർ ആണോ? വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിന് ചായില്ല. ഓക്കെ, ഖജനാവാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾ വായിക്കുന്നുണ്ടോ എഴുതിയേക്കുന്നത്? വായിക്കുന്നുണ്ട്. ഇത് ഖജനാവാണ് കേട്ടോ.
കാണാവുന്നായി പോയി, സോറി. അപ്പൊ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഇപ്പം പിന്നീട് ഞാൻ ഇത് തന്നെയാണ് നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനെ ഡൗട്ട് തോന്നരുത് കേട്ടോ. അപ്പൊ എന്താണ് വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഖജനാവിലേക്ക് വരുമാനം മുതൽക്കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ ആരാണ് ചോദിക്കും, കളക്ടർ ആണ്. ഓർത്തേക്ക, ഖജനാവിലേക്ക് പ്രധാനമായിട്ടും വരുമാനം മുതൽക്കൂട്ടുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്, കളക്ടറാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ കളക്ടറിനെ കുറിച്ച് പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല, നമ്മള് വലിയ കാര്യമായിട്ട് തോന്നും ഇല്ലേ? പക്ഷെ ഒന്നുമില്ല, ഉണ്ടോടെ? ടഫ് ഉണ്ടോ? ഈസിയാണ്. ഓക്കെ, ഇനി നമ്മള് ഈ അടുത്ത് നോക്കിക്കേ, നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, പറയാം. അതിനുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടർ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ, ഇതൊന്നും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഈ ബോക്സിൽ കിടക്കുന്നതൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി എല്ലാം ചോദിക്കാം. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടർ ആരാണ് ചോദിക്കും. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടർ ആണ് ചൂരായി കണാരൻ. ആരാണ്? ചൂരായി കണാരനാണ് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടർ ആണ് ചൂരായി കണാരൻ. ഓക്കെ, അത് 1859 കാലഘട്ടത്തിലായിരുന്നു. 1859 കാലഘട്ടത്തില് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടറായിട്ട് നിന്നത് ആരാണ്? ചൂരായി കണാരൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടർ ചൂരായി കണാരനാണ്. 1859. ഓക്കെ, 1859 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഈ വർഷത്തിന്? 1859 വർഷത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ചാന്നാർ ലഹള 1859 ആണ് അല്ലേ? ചാന്നാർ ലഹള. വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ഡാറാസ് മെയില, ഡാറാസ് കയർ ഫാക്ടറി. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ വേറൊരു സംഭവം. ഓക്കെ, സാന്താൾ കലാപം. 55 1855 56. നീലം കർഷക കലാപം നടന്ന എന്നാ? 59. യെസ് അല്ലേ? ഉറപ്പല്ലേ? നീലം കർഷക കലാപം ഉറപ്പല്ലേ? അല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നീലം കർഷക കലാപം 1859, സാന്താൾ കലാപം 55. അപ്പൊ അതേ വർഷമാണ് നമ്മുടെ അതുപോലെ ഡാറാസ് കയർ ഫാക്ടറി വരുന്നു. പിന്നെ ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു വർഷത്തിലാണ് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് ചൂരായി കണാരൻ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടറായിട്ട് ചൂരായി കണാരൻ വരുന്നത്. ദക്ഷിണ മലബാർ മേഖലയിലായിരുന്നു ഇദ്ദേഹം വന്നത് കേട്ടോ. ദക്ഷിണ മലബാർ മേഖലയിലായിരുന്നു. അത് വേണമെങ്കിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഈ ദക്ഷിണ മലബാർ എന്നുള്ളത് വേണമെങ്കിൽ തിരുവിതാംകൂറെന്നോ വേറെ എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ആ മേഖലകൾ തിരിച്ചു വേണമെങ്കിൽ നമ്മളെ വഴി തെറ്റിക്കാം കേട്ടോ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടർ ചൂരായി കണാരൻ 1859 സേവനം അനുഷ്ഠിച്ച എന്താണ് ആ ഒരു മേഖലയാണ് ദക്ഷിണ മലബാർ മേഖല. ഓക്കെ, ഭൂപരിഷ്കരണം, ഇലക്ഷൻ, റവന്യൂ റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ജില്ലയിലെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ ജില്ലാ കളക്ടറാണ്, പ്ലസ് മജിസ്ട്രേറ്റിന്റെ ജോലി കൂടി ഉണ്ട്. അപ്പൊ നോക്കിക്കേ, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹം തന്നെ ഈ റവന്യൂ റിക്കവറിയും ഭൂമി ഏറ്റെടുക്കലും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാല് പുള്ളിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് അല്ലെ? ജോലി ഭാരം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നു? അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്. ആരാ? ഡെപ്യൂട്ടി കളക്ടർ. എന്തിനാണ് ഡെപ്യൂട്ടി കളക്ടർ? ഭൂപരിഷ്കരണം, അതുപോലെ നമ്മുടെ ഇലക്ഷൻ, റവന്യൂ റിക്കവറി, അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കളക്ടറെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ആര്? ഡെപ്യൂട്ടി കളക്ടർ എന്ന് ഓർത്ത് വെച്ചേക്ക്. എന്തിനൊക്കെ വേണ്ടിയിട്ടാ ഡെപ്യൂട്ടി കളക്ടർ എന്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാ വരുന്നത്? ഭൂപരിഷ്കരണം. ഓക്കെ, അതുപോലെ ഇലക്ഷൻ, ഭൂപരിഷ്കരണം, അതുപോലെ ഇലക്ഷൻ, റവന്യൂ, അതുപോലെ റിക്കവറി,
പിന്നെ ഭൂമി ഏറ്റെടുക്കൽ, ഭൂപരിഷ്കരണം, ഇലക്ഷൻ, റവന്യൂ റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ, ഈ വിഷയങ്ങൾക്കായിട്ട് കളക്ടറെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഡെപ്യൂട്ടി കളക്ടർ. ഡെപ്യൂട്ടി എന്ന് തന്നെ പഠിക്കുക, ഡെപ്യൂട്ടി കളക്ടർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കളക്ടർ ഉണ്ട്, ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്, സബ് കളക്ടർ ഉണ്ട്, സബ് കളക്ടർ കൂടി ഉണ്ട്. ഓക്കെ, കളക്ടർ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് കളക്ടർ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ, ഭൂപരിഷ്കരണവും റവന്യൂ റിക്കവറിയും ഭൂമി ഏറ്റെടുക്കലും ഇലക്ഷനും ഒക്കെ ഒരുപാട് ജോലിയുള്ള കാര്യങ്ങളാണ്. ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ജോലിയാണ്. അപ്പൊ കളക്ടറിന് ഇത് ഒറ്റയ്ക്ക് ജില്ലയിൽ മൊത്തം പോയി നടന്ന് ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡെപ്യൂട്ടി കളക്ടർ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നോക്കിക്കേ, ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ചോദിക്കും. ജില്ലകളിലെ റവന്യൂ ഡിവിഷൻ, ഇദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? RDO എന്ന് വിളിക്കും. റവന്യൂ ഡിവിഷന്റെ ചുമതല, റവന്യൂ ഡിവിഷൻ ഓഫീസർ ആരാണ്? RDO ആരാണ്? ജില്ലയിലെ RDO അല്ലെങ്കിൽ റവന്യൂ ഡിവിഷൻ ഓഫീസർ ആരാണ്? അത് നമ്മുടെ സബ് കളക്ടർ ആണ് കേട്ടോ, സബ് കളക്ടർ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഒന്ന് കളക്ടർ, ഇദ്ദേഹത്തിന് എല്ലാ ചുമതലയും ഉണ്ട് അല്ലെ. സമാധാനം, നീതി, സുസ്ഥിരത നിലനിർത്തണം, ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം ഉണ്ട്. അതാണ് കളക്ടർ. അദ്ദേഹത്തെ നമ്മൾ UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിലൂടെ തിരഞ്ഞെടുക്കുന്നു. സർവകലാശാല ബിരുദമാണ് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നു. അതുപോലെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ഖജനാവിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ആളും കളക്ടർ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? നമ്മുടെ കളക്ടർക്ക് ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുണ്ട്? ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്. ഡെപ്യൂട്ടി കളക്ടർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഭൂപരിഷ്കരണം, ഭൂമി ഏറ്റെടുക്കൽ, ഇലക്ഷൻ, റവന്യൂ റിക്കവറി, ഇതിനൊക്കെ ഇദ്ദേഹത്തെ നമ്മുടെ കളക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി അത് കൂടാതെ അടുത്ത ഒരാളാണ് RDO. RDOയുടെ ജോലി എന്താ? RDOയുടെ ജോലി എന്താണ് ജോലി? RDO ആ പേര് തന്നെ ഉണ്ടല്ലേ, RDO, റവന്യൂ ഡിവിഷൻ. RDO എന്ന് വെച്ചാൽ റവന്യൂ ഡിവിഷൻ ഓഫീസർ. എന്താ ജോലി? റവന്യൂ ഡിവിഷനുകളുടെ ചുമതല. ഓക്കെ, RDOയുടെ ജോലി എന്താണ്? റവന്യൂ ഡിവിഷനുകളുടെ ചുമതല. ഓക്കെ, അതാരാണ്? കളക്ടർ ആണോ? ഡെപ്യൂട്ടി കളക്ടർ ആണോ? സബ് കളക്ടർ ആണോ? ആരാണ്? സബ് കളക്ടർ ആണ് കേട്ടോ. അത് തിരിഞ്ഞു പോലെ RDO ആരാണെന്ന് ചോദിക്കും. റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആരാണ്? കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, സബ് കളക്ടർ. സബ് കളക്ടർ ആണ് RDO. സബ് കളക്ടർ ആണ് RDO. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഓക്കെയാണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണ്. ഓക്കെ, ഓക്കെ, ശരി. മനസ്സിലാവുന്നുണ്ടോ? പറയണത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഓരോരുത്തരടുത്ത്. ഓക്കെ, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. ഓക്കെ, ഞാൻ ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, KS നിലവിൽ വന്ന വർഷം എന്നാണ്? ഐശ്വര്യ പറഞ്ഞേ, KS നിലവിൽ വന്നത് എന്നാണ്? 2018 ജനുവരി 1. അഖില ലെഫ്റ്റ് ചെയ്തല്ലോ. ലെഫ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ലെഫ്റ്റ് ചെയ്തോ? ഓക്കെ, നമ്മുടെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാ? നമ്മുടെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാ? വിഷ്ണു. യെസ്, പത്മരാമചന്ദ്രൻ. അടുത്തത് ജില്ലകളുടെ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ജില്ലകളുടെ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ജിജി. ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ? നമ്മുടെ KS രൂപീകരിക്കാൻ കാരണമായ നിയമം ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. KS രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണെന്ന്?
ഒരാള് പറഞ്ഞു. 1963 കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂള്. സ്പെഷ്യൽ പിന്നെ 68 കേരള പബ്ലിക് സർവീസ് ആക്ട്. ആക്ട് ചോദിക്കുകയാണെങ്കിൽ ഈ 63 ചിലപ്പോൾ ഓപ്ഷനകത്ത് 63 സ്പെഷ്യൽ റൂളൂടെ കാണും. പക്ഷെ ആക്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 68 എന്നുള്ള ആക്ട് വേണം എഴുതാൻ കേട്ടോ. 68 ആക്ട് വേണം എഴുതാൻ. ഓക്കെ ഓക്കെ ആണോ? ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ആർഡിഒ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആർഡിഒ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആർഡിഒ എന്ന് വെച്ചാൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ഓക്കെ, റംലത്ത് റവന്യൂ ഡിവിഷൻ ഓഫീസറാണ് ആർഡിഒ. ഓക്കെ, ആർഡിഒ ആരായിരിക്കും? കളക്ടർ, സബ് കളക്ടർ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്മൾ പോകുന്നത് കുറച്ച് എന്താണ്, നമുക്ക് സംസ്ഥാന സർക്കാർ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതിനു മുമ്പ് നമ്മുടെ കുറച്ച് നമ്മള് കേരള സംസ്ഥാന സിവിൽ സർവീസിനകത്ത് കുറച്ച് എന്താണ് ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നിങ്ങനെ നമ്മുടെ സർവീസുകളെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സംസ്ഥാന സർവീസുകളെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നിങ്ങനെ 4ആയി തിരിച്ചിട്ടുണ്ട്. എത്രയായി തിരിച്ചിട്ടുണ്ട്? 4 തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ, നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സംസ്ഥാന സർവീസിനെ നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എത്രയായി തിരിച്ചിട്ടുണ്ട്? 4. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 4ആയി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ക്ലാസ് 1 ആണ് നമ്മളത് കുറച്ചുകൂടി, ക്ലാസ് 1നെ നമ്മള് ഗ്രൂപ്പ് എ എന്ന് പറയും. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ഇങ്ങനെയില്ലേ? അതില് ക്ലാസ് 1നെ നമ്മള് ഗ്രൂപ്പ് എ എന്നാണ് പറയുക. ഗ്രൂപ്പ് എ. ക്ലാസ് 1നെ എങ്ങനെ വിളിക്കാം? ഗ്രൂപ്പ് എ എന്ന് പറയും. ഓക്കെ ആണോ? ഗ്രൂപ്പ് എ എന്നും ക്ലാസ് 2നെ ഗ്രൂപ്പ് ബി എന്നും പറയും. അത് രണ്ടും ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, ക്ലാസ് 1 ഗ്രൂപ്പ് എ, ക്ലാസ് 2 ഗ്രൂപ്പ് ബി സർവീസുകള് ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിരിക്കും. ക്ലാസ് 1, ക്ലാസ് 2 ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിരിക്കും. സർവീസുകൾ ഗസറ്റഡ് ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അതിന്റെ കുറച്ച് ഫാക്ടറികളുണ്ട്, അത് നമ്മള് അടുത്തൊരു ക്ലാസ്സിൽ പറയാം. ഇനി നമ്മുടെ സർക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. സർക്കാർ സെക്രട്ടേറിയറ്റ് ഇവിടെ ആണല്ലോ നമ്മുടെ കുറെ അധികം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ സർക്കാർ സെക്രട്ടേറിയറ്റ് ഇവിടെ ആരൊക്കെയാണ് ഈ സർക്കാർ സെക്രട്ടേറിയറ്റിനകത്ത് ഉള്ളത് എന്ന് നോക്കാം. ആരൊക്കെയാ ഉള്ളതെന്ന് അറിയാമോ? സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് അല്ലെങ്കിൽ സർക്കാർ സെക്രട്ടേറിയറ്റിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്? ഒന്നാമത്തെ ആരാണ്? നമ്മുടെ CM ആണ്, മുഖ്യമന്ത്രിയാണ്. ഒന്നാമത്തേത് ആരാണ്? CM ആണ് ഉള്ളത്. ഓക്കെ, അതുപോലെ CMന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുണ്ട്. മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സർക്കാർ സെക്രട്ടേറിയറ്റിനകത്ത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുണ്ട്. അതുപോലെ ആരുണ്ട്? മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ഉണ്ട്. ഓക്കെ, അതുപോലെ അവരുടെ ഓഫീസുകൾ, മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഓഫീസുകള്, പിന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സെക്രട്ടറിമാരുണ്ട്. ആരുണ്ട്? സെക്രട്ടറിമാർ എന്ന് പറയുമ്പോ സെക്രട്ടേറിയറ്റ് വകുപ്പിലെ ഏറ്റവും തലപ്പത്ത് പല വിവിധ റാങ്കിലുള്ള സെക്രട്ടറിമാര്. അപ്പൊ ഇത്രയും പേര്, പിന്നെ നമ്മുടെ ഇത്രയും പേര് ഉൾപ്പെടുന്നതാണ് ഒരു എന്തെന്ന് പറയുന്നത്? സർക്കാർ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. സർക്കാർ സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രി, പിന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഓഫീസുകള്, പിന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി എന്തായാലും കാണുമല്ലോ, ചീഫ് സെക്രട്ടറി ഉണ്ട്. അതുപോലെ സെക്രട്ടേറിയറ്റ് വകുപ്പുകൾ, അതിന്റെ തലപ്പത്തുള്ള സെക്രട്ടറിമാർ ഇത്രയും പേര് ചേർന്നതാണ് നമ്മുടെ സർക്കാർ സെക്രട്ടേറിയറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. സെക്രട്ടേറിയറ്റ്. ഓക്കെ, ഇനി
നിലവില് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണം, വകുപ്പുകൾ എത്രയാണെന്ന് ചോദിക്കും. സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണമാണ് 44. നിലവിൽ സെക്രട്ടേറിയറ്റ് ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ. ഈ ഒരു കുറച്ച് ഭാഗമാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങള്. പിന്നെ എളുപ്പമെന്നല്ല, പിന്നെ ഈ നമുക്ക് ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതേ ഉള്ളൂ. നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, പരിചയമുള്ളതല്ലേ? ഓക്കെ. എന്നാലും അത്ര പരിചിതം അല്ലാത്ത, നമ്മൾ പഠിക്കാത്ത ഒരു ഏരിയ ആണ് ഇതൊക്കെ. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള പോർഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ കേരള ഗവേണൻസിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ 44 വകുപ്പുകൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് നിലവിൽ എത്ര വകുപ്പുകളുണ്ട്? സെക്രട്ടേറിയറ്റിനകത്ത് നിലവിലെ വകുപ്പുകൾ 44 വകുപ്പുകളുണ്ട് കേട്ടോ. ഓക്കെ, ഈ 44 വകുപ്പുകളില് ധനകാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണല്ലോ, ധനകാര്യം, അതുപോലെ നിയമം, ധനകാര്യം അതുപോലെ നിയമം. ഓക്കെ, ഈ വകുപ്പുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര വകുപ്പുകളുണ്ട്? മൊത്തം 44. ഇത് രണ്ടും മാറ്റി ബാക്കി എത്ര ഉണ്ട്? 42 അല്ലെ? 44-ന്ന് 2 പോയി 42. ഈ 42 വകുപ്പിനെ, ഈ 44-ന്ന് 2 പോയിട്ട് ധനകാര്യവും നിയമവും ഒഴിച്ച് ബാക്കി 42 വകുപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭരണവകുപ്പ്. ഓക്കെ, ഭരണ വകുപ്പ്. 42 ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭരണ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഭരണ വകുപ്പിനകത്ത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ആരില്ല? ധനകാര്യവുമില്ല, നിയമവുമില്ല. ധനകാര്യ വകുപ്പുമില്ല, നിയമവകുപ്പുമില്ല. അപ്പൊ മൊത്തം 44 വകുപ്പുകളുണ്ട്. അതിൽ ധനകാര്യം ഇല്ല, നിയമവുമില്ല. അത് രണ്ടും ഒഴിച്ച് ബാക്കിയുള്ള 42 വകുപ്പുകളെ വിളിക്കുന്ന പേരാണ് ഭരണവകുപ്പ്. ഭരണവകുപ്പ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ഇപ്പൊ 44 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, വകുപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഓരോരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ വകുപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അവിടെ ഓരോ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് സെക്രട്ടറി എന്നാണ്. എന്താണ്? സെക്രട്ടറിമാർ എന്നാണ് വിളിക്കുന്നത്. ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ, ആ ഒരു ചുമതലയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് സെക്രട്ടറി. സെക്രട്ടറി എന്നാണ്. നമ്മൾ നേരത്തെ സെക്രട്ടേറിയറ്റിനകത്ത് പറഞ്ഞില്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സർക്കാർ സെക്രട്ടേറിയറ്റിനകത്ത് ആരൊക്കെയുണ്ട്? മുഖ്യമന്ത്രിയും, മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഓഫീസ്, ചീഫ് സെക്രട്ടറി, പിന്നെ സെക്രട്ടറിമാർ, വിവിധ വകുപ്പിലെ സെക്രട്ടറിമാർ എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ആ സെക്രട്ടറിമാർ എങ്ങനെയാ വന്ന്? നമ്മുടെ 44 വകുപ്പുകളിലെ ഓരോ ഉയർന്ന ഉദ്യോഗസ്ഥ, ഓരോ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് എന്തെന്ന് പറയുന്നത്? സെക്രട്ടറിമാർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേക്കുക. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? സെക്രട്ടറി എന്നാണ്. സെക്രട്ടറി എന്നാണ് ഓർത്ത് വെച്ചേക്കുക. സെക്രട്ടറി എന്നാണ് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഇനി ഈ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്മൾ സെക്രട്ടറി എന്ന് പറഞ്ഞില്ലേ? സെക്രട്ടറി, കുറെ സെക്രട്ടറിമാരുണ്ട് അല്ലെ? കുറെ സെക്രട്ടറിമാരുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഓരോരോ ഉയർന്ന ഉദ്യോഗസ്ഥന് അവരെ നമ്മൾ സെക്രട്ടറി എന്ന് വിളിച്ചു. ഓക്കെ, ഇനി സെക്രട്ടറി, നമ്മുടെ ഈ ഒരു സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങി 3 പദവി, ഓക്കെ, തുടങ്ങിയ പദവികൾ വഹിക്കുന്നവരെ നമ്മൾ വിളിക്കുന്നത് IAS കേഡർ എന്നാണ്. IAS കേഡർ. അപ്പൊ എക്സാമിന് ചോദിക്കാം, IAS കേഡർ, ഈ ഒരു പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. IAS കേഡർ എന്നുള്ള ഒരു പേര് കേട്ട് കാണത്തില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ട് കാണുമല്ലോ. ഓക്കെ, ഈ IAS കേഡറിനകത്ത് ആരൊക്കെയാ വരുന്നേ? IAS കേഡറിനകത്ത് ഉൾപ്പെടുന്ന ആരൊക്കെയാ? ഒന്നാമത്തത് നമ്മുടെ സെക്രട്ടറി. ഓക്കെ, സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഒരു സെക്രട്ടറി. ഓക്കെ, ഇനി ഏറ്റവും ഒരു സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി. പിന്നെ അഡീഷണൽ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. നമ്മൾ KS എക്സാം പഠിക്കുന്നവരാണെങ്കിൽ എന്ത് വേണം? കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം അല്ലേ? നമ്മൾ അത്രയും ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല.
അപ്പം ഇതൊക്കെ തന്നെ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം. എല്ലാം ചോദിക്കില്ലല്ലോ. ആകെ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ? 100 ക്വസ്റ്റ്യനകത്ത് ഇപ്പം 100 ക്വസ്റ്റ്യനും ഈ ഒരു ഭാഗം തന്നെ ആയിരിക്കില്ലല്ലോ ചോദിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതിനകത്തുനിന്ന് 1-2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും ചോദിക്കും. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ സെക്രട്ടറി ഉണ്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്. ഓക്കെ, ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞില്ലേ, അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതുകൂടാതെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇത്രയും പേരെയും കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് IAS കേഡർ. IAS കേഡറിനകത്ത് വരുന്നത് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി. ക്ലിയർ ആണോ? IAS കേഡർ എന്ന് പറയുമ്പോൾ അത് 3 ഉണ്ടല്ലോ. IAS 1, 2, 3 അക്ഷരങ്ങളാണല്ലോ. അപ്പൊ അതിനകത്ത് 3 പേര് വരും. ആരൊക്കെയാ? ഒന്ന് സെക്രട്ടറി, 2 ഇവിടെ തന്നെ ഉണ്ട് അല്ലെ. ഒന്നാമത്തത് സെക്രട്ടറി, 2 അഡീഷണൽ ചീഫ് സെക്രട്ടറി, 3-മത്തെ നമ്മൾ എങ്ങനെ പഠിക്കാം? പ്രിൻസിപ്പൽ സെക്രട്ടറി. ഓക്കെ, പ്രിൻസിപ്പൽ സെക്രട്ടറി IAS കേഡർ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതും എല്ലാത്തിനും എന്ത് കാണും? ഓരോ രേഖകളൊക്കെ കാണത്തില്ലേ? ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണം അതെങ്ങനെ ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ കുറെ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്നിട്ട് ചുമ്മാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് എന്തുണ്ട്? ഭരണഘടനയുണ്ട് അല്ലെ. ഭരണഘടന അനുസരിക്കുന്നത് പോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. അപ്പോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ നമ്മൾ കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് ചുമ്മാതെ അങ്ങ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പറ്റത്തില്ല. എങ്ങനെയാ ചെയ്യാ? അവരുടെ ഓഫീസ് നടപടിക്രമങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു മാർഗരേഖയുണ്ട്. ആ മാർഗരേഖ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സെക്രട്ടേറിയറ്റ് മാനുവൽ എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അവരുടെ എന്താ പറഞ്ഞ, നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് നടപടിക്രമങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന മാർഗരേഖ ഏതാണ്? അപ്പൊ സെക്രട്ടേറിയറ്റ് എന്ന് കാണും അതിനകത്ത്. അപ്പൊ സെക്രട്ടേറിയറ്റിലെ മാർഗരേഖ ഏതാ? സെക്രട്ടേറിയറ്റ് മാനുവൽ. സെക്രട്ടേറിയറ്റിലെ മാർഗരേഖ ഏതാ? സെക്രട്ടേറിയറ്റ് മാനുവൽ. ഓക്കെ, സെക്രട്ടേറിയറ്റ് മാനുവൽ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മുടെ ഈ നിലവിലുള്ള ഈ ഒരു സെക്രട്ടേറിയറ്റ് മാനുവൽ നമുക്കറിയാലോ, നമുക്ക് ആർക്കും സ്വന്തമായിട്ടൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. എല്ലാവരും എന്ത് ചെയ്യും? ആരെങ്കിലും സഹായം തേടും. അപ്പോൾ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ അല്ലെ, അവരെന്ത് ചെയ്തു? ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറെ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ആശ്രയിച്ചു അല്ലെ. കുറെ പേരിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എങ്ങനെ ആയിരിക്കണം ഇല്ലേ, അവരുടെ ഓരോ ഭരണ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് മാനുവൽ ഉണ്ട്. അത് അവർ വെറുതെ ഒരാളിരുന്ന് ചെയ്തതാണോ? ഒരു ചീഫ് സെക്രട്ടറി ഒരു CM കൂട്ടിരുന്ന് എഴുതിയതാണോ? അല്ല. അവരെന്ത് ചെയ്തു? കടം മേടിച്ചു കേട്ടോ. ആരുടെന്ന് അറിയാമോ? തിരുക്കൊച്ചി സംസ്ഥാനം കേട്ടോ. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെയും മദ്രാസ് സംസ്ഥാനത്തിന്റെയും ഓഫീസ് മാനുവലിനെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ നിലവിലെ സെക്രട്ടേറിയറ്റ്, കേരള സെക്രട്ടേറിയറ്റ് മാനുവൽ എന്ത് ചെയ്തിരിക്കുന്നത്? രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എന്തൊക്കെയാണ്? തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെയും മദ്രാസ് സംസ്ഥാനത്തിന്റെയും ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ എന്ത് ചെയ്തിരിക്കുന്നത്? തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണോ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. പഠിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. സ്പീഡ് ഇല്ലല്ലോ, പഠിച്ചു പോകത്തക്ക രീതിയിൽ സ്ലോയിലല്ലേ പറയണേ? അതെ. ഓക്കെ, അപ്പം ക്ലാസ് എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
ഒന്നും ഇല്ലെന്ന് വിചാരിക്കട്ടെ. ക്ലിയർ ആണ്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് PDF ഒന്ന് ഇട്ടേക്കോ ഗ്രൂപ്പില്. PDF ഞാനിപ്പോ കാണിച്ചില്ലേ, അത് മതിയോ? അത് മതി. ഓക്കെ, PDF അല്ല. അപ്പൊ അതാകുമ്പോ കുറച്ചുകൂടി ഒരു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. PDF ആകുമ്പോ നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കത്തില്ലേ, ഇതാകുമ്പോ ഇങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. അപ്പൊ അത് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.